അല്ലേട്ടാ പുതിയ നേതൃത്വം വരികയാണ്, എങ്ങനെ നോക്കിക്കാണുന്നു? കേരളത്തിലെ BJPക്ക് ഇത് തീർച്ചയായിട്ടും വലിയൊരു നല്ല മുഹൂർത്തമാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം കഴിഞ്ഞ 30-40 വർഷം ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ മേഖലയിലെല്ലാം നല്ല രീതിയിൽ തിളങ്ങിയൊരു വ്യക്തിത്വമാണ്. ആദ്യം IT രംഗത്ത്, അതുപോലെ ബിസിനസ് രംഗത്തെല്ലാം നല്ല രീതിയിൽ തിളങ്ങിയൊരു വ്യക്തിത്വമാണ്. അതുപോലെ 18 വർഷത്തോളം രാജ്യസഭ MP ആയിരുന്ന സമയത്ത് പാർലമെൻറ്റിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുള്ളൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തും ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും എല്ലാം ഇന്ത്യയെ നല്ല രീതിയിൽ പ്രതിനിധീകരിച്ചൊരു വ്യക്തിത്വമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചത്. അദ്ദേഹത്തെ പോലത്തെ ഇപ്പോൾ ഏത് മേഖലയിലും നല്ല രീതിയിൽ തിളങ്ങിയൊരു വ്യക്തിത്വം. 2 പതിറ്റാണ്ട് കാലത്തൊരു പരിചയമുണ്ട്. ഏറ്റവും കൂടുതൽ ലോക്സഭയിലെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ചുരുങ്ങിയ സമയം കൊണ്ടാണ്. ആ ഒരു മാനദണ്ഡങ്ങളൊക്കെ കണക്കാക്കിയായിരിക്കുമല്ലേ ദേശീയ നേതൃത്വം ഇത്തരത്തിലൊരു അവസരം നൽകിയിരിക്കുന്നത്? ഒരുപാട് ദേശീയ നേതൃത്വം തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷവും ഇപ്പോൾ ശ്രീ K. സുരേന്ദ്രൻജിയുടെ അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലത്തും പാർട്ടി നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ വളർന്നത്. ഒരു 7-8% വോട്ട് ഷെയറുള്ളൊരു പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ടും ആദ്യത്തെ BJPയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ലോക്സഭാ സീറ്റും ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് പടിയിറങ്ങുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ 5 വർഷവും മികച്ച 5 വർഷം തന്നെയായിരുന്നു. ഇനി ഇവിടെ നിന്നും പാർട്ടി മുന്നോട്ട് പോകും. ഇപ്പം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഒക്കെയാണെങ്കിൽ ഇന്ന് ഞാൻ കേന്ദ്രീകരിക്കുന്ന നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ, ഇവിടെയൊക്കെ 8 സംസ്ഥാനങ്ങളുണ്ട്. 6-7 വർഷം മുമ്പ് BJPക്ക് ഒറ്റ സംസ്ഥാനം പോലും അവിടെ ഭരണമില്ലായിരുന്നു. പക്ഷേ ഇന്ന് 8-ൽ 7 NDA ഭരിക്കുന്നു, 4 BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നു. ഇതുപോലെ 30-ൽ 21 സംസ്ഥാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യകക്ഷികളോടൊപ്പം ഭരിക്കുന്നുണ്ട്. കഴിഞ്ഞ 3-4 ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും മഹാരാഷ്ട്ര, ഹരിയാന, ദില്ലി ഇവിടെ എല്ലാം BJP ചരിത്ര വിജയങ്ങൾ ആണ് നമുക്ക് കിട്ടിയത്. രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ച് ഒരു സാങ്കേതിക മികവും അതുപോലെ തന്നെ ഒരു വികസന മുഖമായിട്ട് തന്നെയാണോ കേരളത്തിലേക്ക് അദ്ദേഹം എത്തുക? വികസനത്തിലേക്ക് കുറേ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. കേരളത്തിൽ ഇന്ന് ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഒരു ആവശ്യമുണ്ട്. കാര്യം ഇന്ന് ദേശീയ തലത്തിൽ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ന് നല്ല രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യ എല്ലാ വർഷവും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമിയാണ്. അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നു. അപ്പം ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളും NDA സർക്കാരുകളെ തിരഞ്ഞെടുക്കുന്നത് ഇത് ഡബിൾ എഞ്ചിൻ സർക്കാരിന് വേണ്ടി തന്നെയാണ്. കേരളത്തിൽ ഒരുപാട് നാളായിട്ട് വികസന മുരടിപ്പ് തന്നെയാണ്. മാറി മാറി UDFും LDFും വരുന്നു. പക്ഷേ ജനങ്ങൾ അവർക്ക് വലിയ ദുരിതമാണ്. ഇവിടെ വലിയ കടക്കണിയിലാണ്. ഇവിടെ എല്ലാവരും എല്ലാ മേഖലയിലുള്ളവരും പല സ്ഥലങ്ങളിലായി വലിയ വലിയ പ്രൊട്ടസ്റ്റുകൾ നടത്തുന്നു. ആശാ വർക്കർമാരുടെ സമരം ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ ദുരിതത്തിലാണ്. ഈ ദുരിതത്തിൽ നിന്ന് കരകയറണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരണം. അത് എന്നല്ലെങ്കിൽ നാളെ പുതിയ നേതൃത്വം വരുമ്പോൾ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു മിഷനായിട്ട് കാണുന്നത്. വരാൻ പോകുന്ന ഏത് തെരഞ്ഞെടുപ്പും BJPക്ക് വളരെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഓരോ തെരഞ്ഞെടുപ്പും ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. 14 കോടി മെമ്പേഴ്സുള്ള കേന്ദ്ര സർക്കാരും 30-ൽ 21 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് പോകുമ്പോഴും നമ്മൾ വിജയിക്കാൻ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിന് പോകുന്നത്. ഇവിടെയും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവിടെ പരമാവധി സീറ്റുകൾ നേടുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നിയമസഭയിൽ അക്കൗണ്ടുകൾ തുറക്കും. വരാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഇനി BJP ഇനി മുന്നോട്ട് മാത്രമേ പോകത്തുള്ളൂ. അതിന് ഒരു സംശയവുമില്ല.